ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ജിഞ്ചർ സ്ക്വാഷാണ്. ആ ജിഞ്ചർ സ്ക്വാഷ് കൊണ്ട് നമുക്കൊരു ഹെൽത്തി വാട്ടർ കൂടെ തയ്യാറാക്കാം. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കൂടി ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്ക്വാഷ് തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, മഞ്ഞൾപ്പൊടി, പഞ്ചസാര. ഇഞ്ചി തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ജാറിലേക്ക് മാറ്റാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ബ്ലെൻഡായി വന്നതിന് ശേഷം അത് നമുക്കൊരു ചൂടായ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എക്സ്ട്രാ നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം 1 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ മാക്സിമം ഇതുപോലെ കുറുക്കിക്കൊണ്ടിരിക്കാം. ഈ ഒരു പരുവമാവുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്കൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലെമൺ ജ്യൂസ്, പുതിന ജ്യൂസ്, പഞ്ചസാര. ഞാനിവിടെ 1 ഗ്ലാസ് ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ സ്ക്വാഷ്, 2 ടേബിൾ സ്പൂൺ പുതിന ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരും എല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. മാക്സിമം പഞ്ചസാര കുറച്ച് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടാതെ ഈ സ്ക്വാഷ് നിങ്ങൾക്ക് 1 മാസം വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.